വെൽക്കം ടു ബിന്ദു ചിതിര. ഇന്നത്തെ റെസിപ്പി മുതിരത്തോരനാണ്. മുതിര കഴിച്ചാൽ കുതിരബലം എന്നല്ലേ പറയാറ്. സാധാരണയായിട്ട് മഴക്കാലത്താണ് മുതിര കഴിക്കാറ്. ഇന്നിവിടെ മുതിര തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുതിര നമുക്ക് പല രീതിയിലും ചെയ്യാം. കഴുകി വൃത്തിയാക്കിയ മുതിര ഒരു ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. വറുത്തും മുതിര പാകം ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ ഒരു 8-10 മണിക്കൂർ കുതിർത്തി വെച്ചും നമ്മൾ പാചകം ചെയ്യാറുണ്ട്. അപ്പോൾ കുതിർത്തി വെച്ച മുതിര പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 3 വിസിൽ കൊണ്ട് എനിക്കിവിടെ മുതിര വെന്ത് കിട്ടിയിരുന്നു. ഇവിടെ പ്രഷർ കുക്കറിൽ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടുതലുണ്ട്. അതൊന്നുകിൽ തുറന്ന് വെച്ച് വറ്റിച്ചാൽ മതി. ഞാനിവിടെ ആ വെള്ളം രസം ഉണ്ടാക്കാൻ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ചധികം ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അല്പം തേങ്ങ, കറിവേപ്പില, ഒരു നുള്ള് ജീരകം, ഇത്രയുമാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്, മിക്സി ജാറിലൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അരപ്പുണ്ടാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതുമിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം വെന്തിരിക്കുന്ന ആ മുതിര അതും കൂടെ അതിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മുതിര തോരൻ റെഡിയായി. പിന്നെ വറ്റൽമുളകൊക്കെ എരിവ് അനുസരിച്ച് എടുക്കാം. ഇനിയിപ്പം വറ്റൽമുളക് ചേർത്തിട്ട് എരിവ് പോരുന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയും ചേർക്കാം. അതല്ല വറ്റൽമുളകിന് പകരം മുളക് പൊടിയും ചേർക്കാം, അല്ലെങ്കിൽ ചതച്ച മുളക് അതായാലും ചേർക്കാം. ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിക്കായാലും എന്തിനായാലും ഈ മുതിരത്തോരൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റിയാണ് ഈ തോരൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.